അമേരിക്കൻ രാജ്യത്തെ അമേരിക്കൻ പട്ടാളക്കാരെ, അറബ് രാജ്യത്തുള്ള അമേരിക്കൻ പട്ടാളക്കാരെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഏകദേശം 16 അമേരിക്കൻ പട്ടാളക്കാർ ഇതാ കഴിഞ്ഞ ഇപ്പം 6, 7, 8 ദിവസത്തെ എടുക്കെ 16 അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 റിപ്പോർട്ട് 2 ആൾ മരിച്ചെന്നാണ് പറയുന്നത്. 16 മരിച്ചുള്ള റിപ്പോർട്ടുകൾ അൽ ജസീറ പോലത്തെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 16 ആൾക്ക് ഏകദേശം ഇപ്പം ഈ 8 ദിവസം യുദ്ധത്തിൽ എടുക്കായിട്ട് 450 അമേരിക്കൻ പട്ടാളക്കാർക്ക് മാരകമായിട്ടോ സാരമായിട്ടോ പരിക്കേറ്റുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം അറിയോ, ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. കാരണം അറിയോ, ഇറാൻ ആയുധപ്പുരയ്ക്ക് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഈ ഗൾഫ് രാജ്യങ്ങളെ മൊത്തം ടാർഗറ്റ്. ഇപ്പം 8 ഇന്നലെ 6 രാജ്യവും പിന്നെ 7 രാജ്യമായി ഇപ്പോൾ 9 രാജ്യത്തേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ ശക്തമായ ആക്രമണം നടന്നുകൊടുക്കുന്നത്. ആക്രമണം നടക്കുക ചെറിയ സ്ഥലത്തേക്കൊന്നല്ല നടക്കുന്നത്. ഇറാൻ്റെ വിമാനങ്ങൾ, ഇറാൻ്റെ അമേരിക്കൻ്റെ വിമാനങ്ങൾ, അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ്റെ ആയുധങ്ങൾ, അങ്ങനെ സംഗതികളുള്ള സ്ഥലത്ത് സ്പോട്ടിലേക്ക് കറക്റ്റ് കൊഴുത്തുങ്ങാൻ 3-4 മിസൈലാട്ടുന്നത്. ഹൈപ്പർസോണിക് അടിപൊളി പുതിയ മിസൈലുകളാട്ടുന്നത്. ആ മിസൈൽ 2-3 ഇട്ട് കൊടുക്കും, അവിടെ മൊത്തം പൂർണ്ണമായി തകർക്കും. ആ രൂപത്തിലാണ് ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുള്ള അമേരിക്ക നേരെ ഉണ്ടാകുന്നത്. മനസ്സിലാക്കാൻ കാര്യം എന്താ അറിയോ, യുദ്ധത്തിൽ പിന്നോട്ടല്ല ഇറാൻ പോകുന്നത്, പിന്നോട്ട് പോവാതെ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കാൻ ഒരടി പിന്നോട്ടില്ല. മനസ്സിലാക്കി, അമേരിക്ക എന്ന് പറഞ്ഞ ലോകരാജ്യം എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആർക്കും ഓർമ്മല്ല. നിങ്ങൾക്ക് ആർക്കും അറിയേ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്, ഈ അടി വാങ്ങിക്കൂട്ടുന്നത്. മനസ്സിലാക്കാൻ കാരണം ഇറാനിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. അതിനെക്കാട്ടിലും ആൾനാശങ്ങൾ തോന്നി ഇറാനിലായിട്ടുണ്ടാവും. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മിസൈലുകൾ, അമേരിക്കൻ മിസൈൽ വീഴുന്ന ആൾക്കാർ മരിക്കും. ഇറാൻ അത് ചെയ്യില്ല. ഇറാൻ സാധാരണക്കാർ ഒരാളെയും കൊല്ലില്ല. അത് പണ്ട് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ. ഒരു നിരപരാധിയെ പോലും കൊല്ലാതിരിക്കാൻ വേണ്ടി ഇറാൻ ഏതറ്റം വരെ പോവും. അത് നമ്മൾ കണ്ടതാണ് അല്ലേ. അത് ഇറാൻ്റെ ഒരു രീതിയാണ്. അമേരിക്ക അതുപോലല്ല. അമേരിക്ക മൊത്തം നശിപ്പിച്ച് കളയണം. ആര് എന്ത് എന്നുള്ള കണക്കൊന്നുമില്ല. ഒരു നാൾ എല്ലാത്തിനും മറുപടി കൊടുക്കുന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പറയുന്നത്. എല്ലാത്തിനും അമേരിക്കയെ പാഠം പഠിപ്പിച്ചിട്ടല്ലാണ്ട് അമേരിക്ക വേറൊരു രാജ്യത്ത് യുദ്ധം ചെയ്യാനുള്ള ശേഷി പോലും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലേക്ക് ഞങ്ങൾ ആക്കും, ഓന് തകർക്കട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന രൂപത്തിലാണ് ഇറാൻ പോകുന്നത്. ശരിക്കും അതിഭയാനകമായിട്ടുള്ള മിസൈലുകൾ എല്ലാ സ്പോട്ടുകളും അമേരിക്ക ഇന്നറിയ പറയുന്ന കാര്യങ്ങൾ ഇവിടെ മിസൈൽ അയച്ചിട്ടില്ലാക്കിയിട്ട് എല്ലാ ചിത്രങ്ങളടക്കമാണ് ഇപ്പോൾ ഇറാൻ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അതിശക്തമായ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. തിരിച്ചുകൊണ്ട് 2 ഭാഗത്തും ശക്തമായി. ഇനിയിപ്പോൾ ഇറാൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താ പറയുമോ, ഇനിയിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഓർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള പാലങ്ങളും അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഗതികളാണ്. അവിടെ വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ സ്വിപ്പാവും. ഇറാനിൽ ജനങ്ങൾ സ്വിപ്പാവുകയാണ്, അവിടെ ആൾക്കാർ സ്വിപ്പാവും. അമേരിക്കയ്ക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ, അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണോ ആ രാജ്യത്തെ മൊത്തം ഞങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അല്ല, ഇനി ആക്രമിക്കും. 9 രാജ്യമായി, ഇനിയിപ്പോൾ 5-6 രാജ്യം കൂടി ആയിക്കഴിഞ്ഞാൽ മൊത്തമായി. സകല സ്ഥലത്തേക്ക് നിന്ന് പാഞ്ഞടിക്കുക. നിങ്ങൾ നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ അറിയോ, 1ഉം 2ഉം അല്ല, 15 രാജ്യത്തെ ഒരേ സമയത്ത് അടിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ലോകരാജ്യമായ അമേരിക്ക ഉണ്ടെങ്കിൽ, ഇസ്രായേൽ ഉണ്ടെങ്കിൽ, നമുക്ക് ശക്തമായി പറയാം, ഇറാനാണ് താരം, ഇറാനാണ് മാസ്. താങ്ക് യു വെരി മച്ച്.